ഹലോ, ഞാൻ സന്ധ്യ. ഞാൻ SSBയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട് ചിറ്റിലഞ്ചേരിയാണ്. ഞാൻ 2021 ബാച്ചിൽ കയറിയതാണ്. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷം പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ട്രെയിനിങ് സെന്ററിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങി. ട്രെയിനിങ് സെന്ററിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. പുതിയ വരുന്ന എല്ലാ കുട്ടികളും അവിടെ വന്ന് ട്രെയിനിങ് ചെയ്യുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യാന്ന് പറയുന്നത് തന്നെ വരുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് തന്നെ നമ്മുടെ നോളേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫിസിക്കലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് നല്ലപോലെ പറ്റുന്നുണ്ട്. അപ്പൊ 4 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് സെന്ററിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഭൂട്ടാൻ നേപ്പാൾ ബോർഡറാണ് നമ്മുടെ SSB എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ബോർഡറിൽ അധികം ഡ്യൂട്ടി ചെയ്തില്ലെങ്കിലും ബോർഡറിനെ കുറിച്ച് ഏകദേശം അറിയാവുന്ന അത്രയും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് സെന്ററിൽ ആയതുകൊണ്ട് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ SS അക്കാഡമിയിലാണ് വന്ന് പഠിച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ജോലിക്ക് കയറാൻ കഴിഞ്ഞു. വലിയൊരു ദൈവഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. മാമിന്റെയും സാറിന്റെയും ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്, നല്ല കോച്ചിങ് ആണ് തരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇപ്പൊ +2 ആണെങ്കിലും 10th കഴിഞ്ഞ കുട്ടികളാണെങ്കിലും ഇപ്പൊ ഡിഗ്രിക്ക് പോയി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നല്ല ഏതൊരു ടൈം പീരീഡിലും ഇവിടെ വന്ന് പഠിച്ച് നല്ലൊരു ജോബ് കുട്ടികൾക്ക് യൂണിഫോം ജോബിലോട്ട് കയറാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് SS അക്കാഡമി. ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞങ്ങളുടെ എല്ലാ എക്സ്പീരിയൻസ് ആണ് ഇത്. കാരണം ഞങ്ങള് പഠിച്ച് കയറി നല്ലൊരു ജോബിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മാത്രമല്ല സക്സസ്, SS അക്കാഡമിയുടെയും ഇത്രയും ടീച്ചേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്ത ടീച്ചേഴ്സിന്റെയും തന്നെ നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കാരണം ഈ ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആണ്. ഒരിക്കലും അത് ഇന്നോ അല്ലെങ്കിൽ നാളെ നിന്ന് പോകുന്ന ഒരു സാധനമല്ല. ഫുൾ ലൈഫ് കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ജോബിൽ കയറി നിൽക്കുന്നത് തന്നെ. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ലൈഫിൽ ഈ ഒരു ജോബിൽ കയറി നിൽക്കുന്നതും. അപ്പോൾ കുട്ടികളെല്ലാം തന്നെ ഒരു 10th കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും ഈ ഒരു ലെവലിലോട്ട് യൂണിഫോം ജോബ് വേണം എന്നുള്ള ആ ഒരു കുട്ടികളാണെങ്കിൽ ഇങ്ങനെ SS അക്കാഡമിയിൽ നല്ലൊരു ടീച്ചിങ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ വന്ന് പഠിക്കുക.